യെസ് കമിൻ. ആരാടാ മോത്തിക്ക് ടോർച്ച് അടിക്കണേ? ഓ സോറി അച്ചു, ലൈറ്റിന്റെ റിഫ്ലക്ഷനാ. ആരാ മനസ്സിലായില്ല? ഞാൻ ആ പൊട്ടക്കിണറ്റിലെ. പൊട്ടകേറ്റിലാരി? നീ തവളയാ? അതല്ല അച്ഛാ, ആ പൊട്ടക്കിണറ്റെങ്കിൽ ആ വർഗീസിന്റെ. ആ നാട്ടുകാര് ഷെഡി പുറത്തിട്ട് അടിച്ചവൻ. അത് ഞാനല്ല അച്ഛാ, അതെന്റെ അനിയന. അപ്പൊ ഇനി അടിക്ക് ഇട്ടാളാൻ. പൊട്ടക്കണം വന്നിരിക്കി. അച്ചു. ഓ സോറി എന്നിട്ടാ നിന്റെ പേര്? അച്ചു പ്രഭേഷ്. പ്രഭയാ? അല്ല അച്ചു, പ്രഭേഷ്. പ്രഭാഷണോ? അച്ചു പ്രഭേഷ്. എന്നാ പ്രേക്ഷകൻ വാ, ഇരിക്കി. പ്രേക്ഷകനാ? ഇത് തേങ്ങലോട്ടെ. ഓ കല്യാണം ആയിട്ടാവൂലേ? അതെങ്ങനെ അച്ഛന് മനസ്സിലായി? നിന്റെ പോലുള്ള കുഞ്ഞാടുകള് രണ്ട് കാര്യത്തിന് പള്ളിയെ വരാ. ഒന്ന് കല്യാണത്തിനും, രണ്ടാമത്തെ എന്താ അച്ഛാ? പിന്നെ നിന്നെ കുഴിയിലോട്ട് എടുക്കാൻ. നീ നമസ്കാരമൊക്കെ പഠിച്ചിട്ടുണ്ടോ? നീ ഒന്ന് കുരിശ് കഴിച്ചാച്ചേ. എന്താണത്? ഇലുമിനാറ്റിയാ? തെറ്റാതിരിക്കാൻ ഒരു പൊഴിയാണ് അച്ചോ, ഞാൻ കണ്ടുപിടിച്ചതാ. ഒരു കൂണ്, രണ്ട് കൂണ്, മൂന്ന് കൂണ്, എല്ലാ കൂണ് എത്തിയില്ല അച്ഛാ. നീ ശരിക്കും എന്തിന്റെ കല്യാണം കഴിക്കണേ? അത് പിന്നെ അച്ഛനോടൊക്കെ ഇങ്ങനെ ഞങ്ങനെ തുറന്നു പറയാ. എടാ അച്ചു പ്രഭേഷ്. പ്രിയപ്പെട്ട കുഞ്ഞാടേ, ശാരീരികം മാത്രല്ല ആത്മീയമായിട്ട് നീ കുറച്ച് പ്രിപ്പയർ ആവാനുണ്ട്. അതിനെ കുറിച്ച് നിനക്ക് വല്ല ഐഡിയ ഉണ്ടാ? നിന്നെ കൊണ്ടൊക്കെ ഇത് കൂട്ടിയാ കൂടും. എന്നാ ഞാനെങ്കിൽ വിശ്വാസമാണ് ചൊല്ലച്ചു. നിന്നൊക്കെ വിശ്വസിക്കാവോടേ. ഞാൻ ചെല്ലച്ചാ. വിശ്വസമാണ് സർവസ്നായ പിതാവ് ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ അച്ഛൻ ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല, ഞാനൊന്നും പറയാം. വിശ്വസർമാണ് സർവസ്നായ പിതാവ് ആകാശത്തിന്റെ ഭൂമിയുടെ ഡേ എന്തോന്നടേ, നീ ഒരു നന്മ നിറഞ്ഞു പറയുകയും ചെല്ലി. അപ്പൊ ഞാൻ നിനക്ക് ഒപ്പിട്ടരാ. ഞാൻ നന്മ പറഞ്ഞേ ചൊല്ലച്ചു. നന്മ പറഞ്ഞു പറമേ ഗുസ്തി കടലമാവങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കുമാറാകണമേ ആമേൻ. നിർത്തണം നിന്റെ ആട്ടം. നീ ആരാന്നാണ് നിന്റെ വിചാരം? ഈ തിരുവസ്ത്രം ഉണ്ടാക്കാൻ മുമ്പേ എനിക്ക് ഇരട്ടിപ്പേണ്ടായിരുന്നു കരടി തോമ. അത് ആരാ? നീ ഒന്ന് പോയി അന്വേഷിച്ചു നോക്ക്. അപ്പൊ അച്ഛനായിരുന്നല്ലേ ഈ കരടി തോമ. ഇപ്പൊ ആ ഗുണ്ട പണിക്ക് ഉണ്ടാച്ച. പിതാവേ, നിങ്ങൾ ഇത് കാണുന്നില്ല.